കേന്ദ്ര ഏജൻസികൾ മോദി സർക്കാരിന്റെ വേട്ട നായ്ക്കളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ED/IT റെയ്ഡിനെ തുടർന്ന് സ്വയം വെടിയുതിർത്ത് മരിച്ചിരിക്കുന്നു. ആദായവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമുള്ള മാനസിക പീഡനമാണ് റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യങ്ങളിലൊന്നിൻ്റെ ഉടമ, സിനിമാ നിർമ്മാതാവ്, ജീവകാരുണ്യ പ്രവർത്തകൻ, മലയാളിക്ക് തിരിച്ചറിയാൻ വിശേഷണങ്ങൾ അധികം വേണ്ടാത്ത വ്യക്തിത്വമായിരുന്നു ചിരിയങ്കണ്ടത്തെ ജോസഫ് റോയ് എന്ന CJ റോയിയുടേത്. മെക്കാനിക്കൽ എഞ്ചിനീയറായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയതെങ്കിലും 2006 ജോലി രാജിവെച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പേരിൽ സ്വന്തം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത സംരംഭകൻ. ഡിസംബർ മുതൽ ആദായ വകുപ്പ് റോയിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി വീട്ടിലും ഓഫീസിലും നിരന്തരം കയറി ഇറങ്ങുന്നുണ്ട്. ചോദിച്ച രേഖകൾ ഡിസംബറിൽ ഹാജരാക്കിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ബാംഗ്ലൂരിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി 700 കോടി രൂപയ്ക്ക് വിൽപ്പന നടന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു. പണം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റോയ് ആലോചിച്ചിരുന്നുവെന്നും ഇതിനിടെ BJP നേതൃത്വം വൻതുക ആവശ്യപ്പെട്ടുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. പണം ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിരുന്നു റോയിയുടെ വീട്ടിലെ ED/IT റെയ്ഡ്. പക്ഷേ അന്വേഷണ ഏജൻസികളുടെ പീഡനത്തെ തുടർന്ന് ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചത് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞ മട്ടില്ല. അന്തി ചർച്ചകളില്ല. അന്വേഷണ ഏജൻസികളെ സംശയത്തിന്റെ നിഴലിലെങ്കിൽ നിർത്തുന്ന ഒരു റിപ്പോർട്ട് പോലുമില്ല. പകരം സമ്മർദ്ദമില്ലെന്ന് റോയ് എഴുതി നൽകിയെന്ന അന്വേഷണ ഏജൻസിയുടെ വിശദീകരണം പ്രസിദ്ധീകരിക്കാനാണ് മത്സരം. 2014 മുതൽ കേന്ദ്ര ഏജൻസികളുടെ നിരന്തര പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന 4ാമത്തെ ആളെങ്കിലുമാണ് റോയ്. 2019 കഫേ കോഫിയുടെ സ്ഥാപകൻ VG സിദ്ധാർത്ഥ. 2024 മധ്യപ്രദേശിൽ നിന്നുള്ള വ്യാപാരി മനോജ് പാർമറും ഭാര്യ നേഹ പാർമറും. ലിസ്റ്റ് നീണ്ടതാണ്. പാർട്ടി ഫണ്ടിലേക്ക് പണം പിരിക്കാൻ രാജ്യമെമ്പാടും BJP കളിക്കുന്ന വൃത്തികെട്ട കളിയുടെ ഇരകൾ. ഒരു നിമിഷം കൊണ്ട് താൻ കെട്ടിപ്പടുത്തതെല്ലാം അന്വേഷണ ഏജൻസികൾ തകർത്തെറിയുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ സംഭവിച്ചതാവണം റോയിയുടെയും ആത്മഹത്യ. CSR ഫണ്ടിന്റെ പേരിൽ ഗിമ്മിക്കുകൾ കാണിക്കാത്ത, ചുറ്റുമുള്ള മനുഷ്യർക്ക് കൈത്താങ്ങായിരുന്ന മനുഷ്യനായിരുന്നു റോയ്. പുതിയ ഇന്ത്യയിൽ ഒരു സംരംഭകന്റെ മുന്നിലുള്ളത് 2 ഓപ്ഷനുകളാണ്. ഒന്നുകിൽ BJPക്ക് വഴങ്ങുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക. പക്ഷേ റോയ് തിരഞ്ഞെടുത്തത് 3ാമതൊരു വഴിയായിരുന്നു. അപ്പോഴും കേന്ദ്രത്തിന്റെ കൊലയാളി സംഘങ്ങൾക്ക് മുന്നിൽ മരണം വരിച്ച് കീഴടങ്ങി പോകേണ്ട ആളായിരുന്നില്ല റോയ്. മോദി ഭരണം ഈ നാട്ടിലെ സാധാരണക്കാരോട് മാത്രമല്ല, ഇവിടുത്തെ സംരംഭകരോടും എന്തൊക്കെ ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് ഇനിയെങ്കിലും വെളിപ്പെട്ടേ തീരൂ.